ശ്രീ അനിൽ ബോസ്, ഇപ്പോൾ നിങ്ങൾ ഈ ആരോഗ്യ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മാറി ശരി, പോസിറ്റീവായ ചർച്ച. ഈ 5 ഗ്യാരണ്ടികളിൽ പറയുന്ന സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് 25 ലക്ഷം വരെ ഓരോ കുടുംബങ്ങൾക്കും എന്നുള്ളത് എത്രത്തോളം പ്രായോഗികമാണ് എന്നൊരു ചോദ്യം കൂടി വരുന്നുണ്ട്. 25 ലക്ഷം ഒരു കുടുംബത്തിനെന്ന് പറഞ്ഞാൽ എന്താണ് അവസ്ഥ, എങ്ങനെ കൊടുക്കും എന്നുള്ള ചോദ്യമുണ്ടല്ലോ. അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ പാർട്ടി മുഖപത്രത്തിൽ ഈ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട കോൺഗ്രസിന്റെ പ്രഖ്യാപനങ്ങളെ പരിഹസിച്ചുകൊണ്ട് ആരോഗ്യം വിൽക്കുമെന്ന തലക്കെട്ടിലാണ് വാർത്ത വന്നിരിക്കുന്നത്. അതിൽ പറയുന്നത് സംസ്ഥാനത്ത് അധികാരം ലഭിച്ചാൽ പൊതുജനാരോഗ്യ മേഖല തകർത്ത് സ്വകാര്യ മേഖലയ്ക്ക് തുറന്നുകൊടുക്കാൻ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നു നിങ്ങൾ എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായ സ്വകാര്യ മൾട്ടിനാഷണൽ കമ്പനികളിൽ നിന്നും കോടികൾ വാങ്ങി സർക്കാർ ആശുപത്രികളെ തകർത്ത് തെലങ്കാന കർണാടക കോൺഗ്രസ് മോഡൽ നടപ്പാക്കുകയാണ് നിങ്ങളുടെ ലക്ഷ്യമെന്നാണ് പറയുന്നത്. തമാശ എന്ന് ഞാൻ പറയുന്നുള്ളൂ. ഞാൻ അതിന് മറുപടി ഒന്നും പറയുന്നില്ല. ഒറ്റ കാര്യം പറയാം. ഇന്ത്യയിൽ ദേശീയ ആരോഗ്യ സുരക്ഷാ ഇൻഷുറൻസ് പദ്ധതി കോൺഗ്രസിന്റെ പൊതുസ്വഭാവം അറിയാമല്ലോ. കോൺഗ്രസിന്റെ പൊതുസ്വഭാവം മലയെലിയെ പ്രസവിക്കുന്നത് പോലെയാണ്. കോൺഗ്രസ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. അത് സമയാസമയങ്ങളിൽ ജനങ്ങളെ അറിയിക്കത്തില്ല. വീട്ടിലെ കോഴി മുട്ടയിട്ടാൽ പോലും അവൻ കൊക്കി അറിയിക്കും, വീട്ടുകാരെ കൊക്കി അറിയിക്കും. മുട്ടയിട്ടു അത് എടുത്തുകൊണ്ട് പോകാൻ ഇല്ലേ? ആ ഒരു സമീപനം പലപ്പോഴും കോൺഗ്രസും കോൺഗ്രസിന്റെ പ്രവർത്തകരും സമയത്ത് ചെയ്ത കാര്യങ്ങൾ ജനങ്ങളുടെ ഇടയിൽ പോയി ഫലിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്താറില്ല. ഈ ഇന്ത്യയുടെ ചരിത്രത്തിൽ ATM കാർഡ് പോലൊരു കാർഡ് കൊടുത്തായിരുന്നു. സ്മൃതി ഒന്ന് പരിശോധിക്കണം. ദേശീയ ആരോഗ്യ സുരക്ഷാ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് അതിൽ മാത്രമാണ് മൂവർണ്ണ കൊടിയുടെ കളർ ആ ATM കാർഡ് പോലുള്ള കാർഡിൽ, ഇൻഷുറൻസ് കാർഡിൽ ചേർത്തത് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ കാലത്ത്. അത് മാത്രമാണ് എൻ്റെ അറിവിൽ കോൺഗ്രസ് പാർട്ടി ഇത് ഞങ്ങളുടേതാണ് എന്ന് പറയാം. ഇവരെങ്ങാനും ആയിരുന്നെങ്കിലോ? ഇവരെന്താ ചെയ്യുന്നത്? ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഏത് പദ്ധതി എടുക്കുന്നത്, ഇന്ദിരാഗാന്ധി പാർപ്പിട പദ്ധതി, മഹാത്മാഗാന്ധി പദ്ധതി, ഓരോ പദ്ധതി എടുത്താൽ ഈ പേരുമാറ്റൽ ശസ്ത്രക്രിയ അല്ലാതെ ഇവർ വല്ലതും നടത്തുന്നുണ്ടോ? അത് കേന്ദ്ര പദ്ധതി ആവട്ടെ, കേന്ദ്ര വിഹിതം ഉള്ളതാകട്ടെ, സംസ്ഥാന വിഹിതം ഉള്ളതാകട്ടെ, നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ജനോപകാരപ്രദമായ പദ്ധതികളുടെ പേരുമാറ്റലല്ലാതെ 285-ലധികം പദ്ധതികളുണ്ടെന്ന് ഇന്ത്യ ഗവൺമെന്റ് പദ്ധതികൾ കോൺഗ്രസ് കാലാകാലങ്ങളിൽ ഭരിച്ചപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള പേരുമാറ്റേ ഉള്ളൂ. ഇപ്പൊ മുദ്ര ലോൺ ഇതൊക്കെ രാജീവ് ഗാന്ധി വ്യവസായ കേന്ദ്രവുമായി ബന്ധപ്പെട്ട SLC ബുക്ക് കയ്യിലുള്ള എംപ്ലോയ്മെന്റിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആർക്കും ചെന്ന് ബാങ്കുമായി ലിങ്ക് ചെയ്ത് കൃത്യമായ ആപ്ലിക്കേഷൻ വെച്ച് സെൽഫ് തൊഴിൽ ചെയ്യുന്നതിന് വേണ്ടി കൊടുത്തിരുന്ന സ്കീമാന്നേ. അപ്പൊ ഇങ്ങനെ തുടങ്ങുന്ന നിരവധിയായിരുന്ന എന്താ പറയാ, ഒരു മുത്തുമണികൾ പോലെ നമുക്ക് എണ്ണി പറയാൻ കഴിയുന്ന നിരവധി പദ്ധതികളുണ്ട്. അത് നെഹ്റുവിന്റെ പേരിലുണ്ടായിരുന്ന പദ്ധതിയുണ്ട്, ഇന്ദിരാഗാന്ധിയുടെ പേരിലുള്ള പദ്ധതി, അങ്ങനെ ഒരുപാട് പദ്ധതി. ഒറ്റ സെക്കൻഡ് മാത്രം. ഞാൻ പറയുന്നത്, നമ്മളൊരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു. ആ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സമയത്ത് ഇവർക്ക് കറക്റ്റ് ഷോക്കാണ്. പിന്നെ ഒരു ചെറിയ പ്രഖ്യാപനം, 5 ഐറ്റമേ പ്രഖ്യാപിച്ചുള്ളൂ. 5 ഐറ്റം. ഞാൻ അതാണ് പറഞ്ഞത്, പഞ്ചനക്ഷത്ര പ്രഖ്യാപനം, ജനോപകാരപ്രദമായ പ്രഖ്യാപനം. 5 എണ്ണം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ വിരൽ പിടിച്ചു. ബാക്കിയും കൂടെ വരുമ്പോൾ ബാക്കി കാണാം. വിസ്മയം എന്ന് പറഞ്ഞാൽ വിസ്മയം തന്നെയായിരിക്കും. സ്ഫോടനാത്മകമായ അന്തരീക്ഷമാണ് ഇപ്പൊ തന്നെ ഇടതുപക്ഷത്തിനകത്ത്. ഇടതുപക്ഷത്തിന് കൂടി സ്വീകരിക്കാൻ കഴിയുന്ന ജനകീയ പദ്ധതികൾ വിഭാവനം ചെയ്തുകൊണ്ടാണ് മാനിഫെസ്റ്റോയുമായി ഞങ്ങൾ വരുന്നത് എന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. ഞങ്ങളോടൊപ്പം ഉണ്ടാകുന്ന യഥാർത്ഥ ഇടതുപക്ഷം ഞങ്ങളോടൊപ്പം ഉണ്ടാകും. അവരെല്ലാവരും കോൺഗ്രസ് ആകുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ കൊള്ളക്കെതിരെ, ഈ കെടുകാര്യസ്ഥതയ്ക്കെതിരെ ഞാൻ പറഞ്ഞല്ലോ, സർക്കാരിന്റെ ഖജനാവിലേക്ക് വരേണ്ട പണം പോലും കൃത്യമായി പിരിച്ചെടുത്ത് പാവപ്പെട്ട ആളുകളുടെ ക്ഷേമം ഉറപ്പുവരുത്തേണ്ടതിൽ പരാജയപ്പെട്ട ഒരു ഗവൺമെന്റിനെ നേരിടാൻ വളരെ കൃത്യമായ ഇടപെടലുകൾ പൊതുസമൂഹത്തിനുണ്ടാവും. കേരളത്തിലെ മുഴുവൻ സമൂഹവും UDFന്റെ ഈ പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്യും. അതുകൊണ്ട് ജയചന്ദ്രൻ പറഞ്ഞു കൊടുക്കേണ്ട ഇത്ര മാത്രമാണ്, നിങ്ങൾ പറഞ്ഞതുപോലെ പഠിക്കാനുള്ള സാവകാശമെങ്കിലും എടുത്തിട്ട് പ്രതികരിക്കുക. കാള പറ്റുന്ന കേട്ടാണ് കയറെടുക്കാന്ന് കൂടെയുള്ള സഹാക്കളോട് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.